അന്തരീക്ഷത്തെ മാറ്റിമറിക്കാൻ ചർച്ചകൾ നടത്തി വ്ളാഡിമിർ പുടിനും ഷീ ജിൻപിങ്ങും. വളർന്നുവരുന്ന റഷ്യ ചൈന ബന്ധം അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടിയാകുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. മോസ്കോയ്ക്കും ബീജിംഗിനുമിടയിൽ വളർന്നുവരുന്ന സാമ്പത്തിക സഹകരണത്തെക്കുറിച്ചും അമേരിക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്ങും ബുധനാഴ്ചയാണ് വീഡിയോ കോൾ നടത്തിയത്. ഈ വർഷം 2 തവണ ചൈന സന്ദർശിക്കാനുള്ള ക്ഷണം ക്രെംലിൻ നേതാവ് സ്വീകരിച്ചു. ഉക്രൈനിലെ സംഘർഷത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ച പാശ്ചാത്യ നേതാക്കളും ഷീയും തമ്മിലുള്ള നിരവധി കൂടിക്കാഴ്ചകൾക്കിടയിലാണ് ഈ ആഹ്വാനം വന്നത്. പാശ്ചാത്യ സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്നും മോചനം തേടുന്ന മോസ്കോയുടെ 1-ാം നമ്പർ വ്യാപാര പങ്കാളിയായി ബീജിംഗ് മാറിയിട്ടും റഷ്യയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കാൻ യൂറോപ്യൻ നേതാക്കൾ വർഷങ്ങളായി ചൈനയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യങ്ങളുടെ പരമാധികാരവും സുരക്ഷയും നമ്മുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമവും നമ്മുടെ സ്വന്തം വികസന പാത തിരഞ്ഞെടുക്കാനുള്ള അവകാശവും ഉറപ്പാക്കുന്നതിനുള്ള നമ്മുടെ സംയുക്ത ശ്രമങ്ങൾക്ക് ഉറച്ച പിന്തുണ നൽകുമെന്ന് ഞാൻ വീണ്ടും ഉറപ്പു നൽകുന്നു, റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത ഉദ്ഘാടന പ്രസംഗത്തിൽ പുടിൻ പറഞ്ഞു. നാറ്റോ സഖ്യകക്ഷിയായ ഡെൻമാർക്കിൽ നിന്നും ഗ്രീൻലാൻഡ് ഏറ്റെടുക്കണമെന്ന ആവശ്യവും തീരുവകളും സംബന്ധിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഏറ്റുമുട്ടലുകളെ തുടർന്ന് അമേരിക്കയുടെ ഏറ്റവും അടുത്ത പങ്കാളികളിൽ പലരും ചൈനയുമായുള്ള അവസരങ്ങൾ തേടുകയാണ്. കഴിഞ്ഞ മാസം ബ്രിട്ടീഷ് കനേഡിയൻ പ്രധാനമന്ത്രിമാർ ബീജിംഗ് സന്ദർശിച്ചതിനെ തുടർന്നാണ് ഷീ പുടിൻ ആഹ്വാനം ചെയ്തത്. ഫെബ്രുവരിയിൽ ജർമ്മൻ ചാൻസലർ സന്ദർശിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ആഗോള പ്രക്ഷുബ്ധതകൾക്കിടയിൽ മോസ്കോയ്ക്കും ബീജിംഗിനുമിടയിലുള്ള വിദേശ നയബന്ധം ഒരു പ്രധാന സ്ഥിരത നൽകുമെന്ന് ഘടകമായും തുടരുന്നു, പുടിൻ പറഞ്ഞു. ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ താനും പുടിനും ചർച്ച ചെയ്യുമെന്നും പ്രധാന തന്ത്രപരമായ വിഷയങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറുമെന്നും ഷീ തന്റെ പ്രാരംഭ പ്രസംഗത്തിന്റെ റഷ്യൻ വിവർത്തനത്തിൽ പറഞ്ഞു. തന്ത്രപരമായ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ഇരു രാജ്യങ്ങളും ഒരു ചരിത്രപരമായ അവസരം ഉപയോഗിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൈനീസ് കലണ്ടർ പ്രകാരം വസന്തത്തിന്റെ ആദ്യ ദിവസമാണ് ബുധനാഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടിയ ഷീ പുതിയ തുടക്കങ്ങളെ പ്രതീകപ്പെടുത്തുന്ന ആ ദിവസം ചൈന റഷ്യ ബന്ധങ്ങൾക്കായുള്ള പുതിയ രൂപരേഖയിൽ പുടിനോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞതായി ചൈനീസ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ CCTVയുടെ ഓൺലൈൻ റിപ്പോർട്ട് പറയുന്നു. റഷ്യ ചൈന ബന്ധങ്ങളിൽ ഏത് സീസണും വസന്തകാലമാണെന്ന് പുടിൻ പറഞ്ഞു. വ്യാവസായിക മേഖലയിലും ബഹിരാകാശ ഗവേഷണത്തിലും ഉൾപ്പെടെയുള്ള ആണവോർജത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തിലും ഹൈടെക് പദ്ധതികളിലും സഹകരണത്തോടൊപ്പം അവരുടെ തന്ത്രപരമായ ഊർജ്ജ ബന്ധങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. റഷ്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിക്കാനുള്ള ചൈനയുടെ തീരുമാനത്തെ അദ്ദേഹം പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്തു. മോസ്കോയും ഈ നീക്കത്തിന് പ്രത്യുപകാരം ചെയ്തു. കഴിഞ്ഞ വർഷം ഇരുവരും തങ്ങളുടെ രാജ്യങ്ങളുടെ ബന്ധത്തെ വികസനത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നയിച്ചുവെന്നും ഇരു രാജ്യങ്ങളുടെയും വ്യാപാര സാമ്പത്തിക വിനിമയങ്ങൾ സ്ഥിരമായി പുരോഗമിക്കുന്നുണ്ടെന്നും ഷീ ചൂണ്ടിക്കാട്ടി. ആഴമേറിയ തന്ത്രപരമായ സഹകരണവും കൂടുതൽ സജീവമായ മഹത്തായ ശക്തി ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിന് ഉന്നതതല വിനിമയങ്ങളും പ്രായോഗിക സഹകരണവും ഉറപ്പാക്കാൻ ചൈനീസ് നേതാവ് ആഹ്വാനം ചെയ്തു. കൂടാതെ അമേരിക്കയുമായുള്ള തങ്ങളുടെ രാജ്യങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പുടിനും ഷീയും അഭിപ്രായങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.